അധികം ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മരണം എന്നത് ഒരു അവസാനമാണ്. അതാണല്ലോ ചില ആളുകൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി മരണത്തെ പുലുകുന്നത്. മരിച്ചവിടെ തീർന്നാൽ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു എന്നാണ് കരുതി വച്ചിട്ടുള്ളത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഡോക്ടർ ഉസ്മാൻ സാഹിബ് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരാൻ തന്നെയുള്ള കാരണം മരണത്തിന് ശേഷമുള്ള ശൂന്യതയെപ്പറ്റി ആലോചിച്ചിട്ടാണ്. നമ്മൾ കേട്ട കഥയാണ്, വിശദീകരിക്കല്ല. അദ്ദേഹത്തിന് മദ്രാസിൽ ജോലി കിട്ടിയിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ആശയം അഥവാ ദൈവനിഷേധ ചിന്ത, മതനിരാസ ചിന്ത, അത് വളർത്താനും വികസിപ്പിക്കാനും കഴിയില്ല. അതിന് ഏറ്റവും നല്ലത് മാത്രമല്ല, അത് ഏറ്റവും വേണ്ടതും സ്വന്തം നാട്ടിലാണെന്ന് കരുതിയാണ് അവിടെ നിന്ന് ജോലി ഒഴിഞ്ഞ് കേരളത്തിലേക്ക് തന്നെ വരുന്നത്. അരീക്കോട്ടുകാരനായ അദ്ദേഹം നിലമ്പൂർ തിരഞ്ഞെടുക്കാനുള്ള കാരണം അരീക്കോട് മതസംഘടനകളുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് ദൈവനിഷേധ പ്രചാരണം സുഗമമല്ല. നിലമ്പൂർ പോലെയുള്ള സ്വതന്ത്രമായ സ്ഥലമാണ് അതിനേറ്റവും നല്ലത് എന്ന് കരുതിയാണ് അവിടെ വന്ന് ഈ ആശയപ്രചരണവുമായിട്ട് നടത്തും. അതിൻ്റെ ഭാഗമായിട്ട് ഒരു നോവൽ എഴുതുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആ നോവലിൽ പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട ഒരു പെണ്ണ്, ആയിഷ എന്ന പേരുള്ള ഒരു പെണ്ണ്, ഈ പ്രശ്ന സങ്കീർണതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവസാനം ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് നോവൽ എഴുതി വച്ചത്. അന്ന് രാത്രിയാണ് ഒരു വഴിത്തിരിവുണ്ടാവുന്നത് ഡോക്ടർക്ക്. കഥാപാത്രമാണ്, യാഥാർത്ഥ്യമല്ല. പക്ഷേ അദ്ദേഹം ചിന്തിച്ചത് ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്ത തൻ്റെ കഥാപാത്രമായ ആയിഷ മരണത്തോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ അവളുടെ പ്രശ്നങ്ങൾ എങ്ങനെ അവസാനിക്കും? പ്രശ്നങ്ങളിവിടെ ബാക്കി വെച്ചിട്ടാണല്ലോ ആ കുട്ടി മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനൊരിടം വേണ്ടേ? അതാണ് ചിന്ത. അപ്പോൾ അന്ന് രാത്രി മുഴുവൻ അതിനെപ്പറ്റി ചിന്തിച്ചു, ഉറങ്ങിയില്ല. കഥാപാത്രമാണ്. പക്ഷെ മരണപ്പെട്ടതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ ഈ ആയിഷയുടെ കാര്യം, ജീവിതത്തിൽ ഇത്രയും പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പീഡനങ്ങൾ, ഇതൊക്കെ അനുഭവിച്ച് മരിച്ചുപോയ ഈ കുട്ടിക്കൊരു നീതി കിട്ടണ്ടേ? അതിൻ്റെ ലോകമെവിടെ എന്ന ചിന്ത അവിടെ നിന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മരണത്തോടു കൂടി അവസാനിക്കണില്ല. എനിക്ക് തന്നിട്ടുള്ള വിഷയം മരണത്തിന് മുമ്പ് എന്നാണ്. പറയാനുള്ളത് മരണത്തിന് ശേഷം എന്നുള്ളതാണ്. തന്നത് മരണത്തിന് മുമ്പാണ്, പറയണത് മരണത്തിന് ശേഷമാണ്. എനിക്കങ്ങനെ ഒരു കുഴപ്പമുണ്ട്, തന്നതിനും പറഞ്ഞതിനും എതിരെ ഞാൻ ചെയ്യുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതിവിടെ പറയാണ്, ഇവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ ഇപ്പോൾ കോട്ടക്ക പള്ളിയിൽ ജോലിയാണ്, എത്ര കാലം എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പറയാണ്, ഞാൻ ചിലപ്പോൾ പോയിക്കൂടെ ഇല്ല, എപ്പോഴെങ്കിലും ഇടയ്ക്ക് വെച്ച് കൊണ്ട് പറഞ്ഞതിനെതിരായി ചെയ്തു എന്ന് പറയരുത്. പറഞ്ഞിട്ടുമില്ല, അത് വേറൊരു കാര്യം. വിവരം അറിഞ്ഞു. പോകുന്നതോടുകൂടി നിങ്ങൾക്ക് വിവരം അറിയാം, അതാ പറയും. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാം. എനിക്കതാണ് ഇഷ്ടം. ഒരു കവിതയുടെ ഒരു വരി അവൻ കൊണ്ട് തുടങ്ങുമ്പോൾ സംക്ഷിപ്തമാക്കാൻ പറ്റും. ഉമർ മൗലവി എനിക്കൊരു പുസ്തകം തന്നു, അതിൽ കുറേ കവിതകളുണ്ട്.
അതിലുള്ളതും വളരെ സുപ്രസിദ്ധവും നമുക്കൊക്കെ അറിയാവുന്നതുമായ ഒരു വരി അറബി പദ്യം. അതിപ്രകാരമാണ്: വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറ. ഇതെല്ലാവർക്കും അറിയാം, നമ്മുടെ മുജാഹിദുകളായ ഒട്ടുമിക്ക ആളുകൾക്കറിയാം, മെമ്പറിൽ വെച്ചും മറ്റൊക്കെ. അതിൻ്റെ ആശയം ഇതാണ്: വലദത്തുക്ക ഉമ്മുക്ക, നിന്നെ നിൻ്റെ ഉമ്മ പ്രസവിച്ചത്, യബിന ആദമ, ഓ മനുഷ്യ, ബാക്കിയൻ, കരഞ്ഞുകൊണ്ടാണ്. ആര് കരയാ? നീ കരഞ്ഞുകൊണ്ടാണ്. ഏതൊരു മനുഷ്യക്കുഞ്ഞും പിറന്നു വീഴുമ്പോൾ ആ കുട്ടി എന്തിനെന്നറിയില്ല കരയും. ആ കരച്ചിൽ കേട്ടെങ്കിലാണ് എല്ലാവർക്കും ആശ്വാസം. ഡോക്ടർ ചോദിക്കുന്നത് കുട്ടി കരഞ്ഞോ എന്നാണ്, ചിരിച്ചോ എന്നല്ല, കരഞ്ഞോ എന്നാണ്. അതേസമയം നിൻ്റെ മാതാവടക്കമുള്ള ആ സ്ഥലത്ത് സന്നിഹിതരായ നിൻ്റെ ബന്ധപ്പെട്ടവരും ഈ വാർത്ത അറിയുന്നവരൊക്കെ ചിരിക്കായിരുന്നു, അഥവാ സന്തോഷത്തിലായിരുന്നു. അവർക്ക് നല്ലൊരു ആശ്വാസം. അവർ ചിരി കൊണ്ട് നിൽക്കുക, നീ കരയുക. ഒരു തത്വജ്ഞാനി പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിയുടെ, സ്വന്തം കുഞ്ഞിൻ്റെ കരച്ചിൽ കാണുന്ന മാതാവ് ചിരിക്കണ ഒറ്റ സമയമുള്ളൂ. അവനവൻ്റെ മക്കൾ കരയണത് കാണുമ്പോൾ ഏത് മാതാവും ദുഃഖിക്കയ്യ, വിഷമിക്കയ്യ. അതാണല്ലോ മാതൃത്വം. പക്ഷേ ഒരു സന്ദർഭത്തിൽ കുട്ടി കരയുകയാണെങ്കിലും, ഏത് വിഷമത്തിൻ്റെ പേരിലാണെങ്കിലും ഉമ്മ ചിരിക്കും. അത് ഈ ജനിക്കുന്ന സമയത്തുള്ളതാണ്. അപ്പോൾ കുട്ടി കരയും, ഉമ്മയടക്കമുള്ള എല്ലാ ആളുകളും ചിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പറന്നു വീണിട്ടുള്ളത്. അടുത്ത വരി: ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറ. ഇനി നീ മരണപ്പെടുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നിൻ്റെ ചുറ്റുപാടുമുള്ള നിൻ്റെ അടുത്ത ബന്ധുക്കളും മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരും കരയും. ജനിച്ചപ്പോൾ അവർ ചിരിച്ചു, നീ കരഞ്ഞു. ഇനി നീ മരിക്കുമ്പോൾ അവർ കരയും, പക്ഷേ നീ ചിരിച്ചുകൊണ്ട് മരിക്കാൻ പ്രവർത്തിക്കുക, കഠിനാധ്വാനം ചെയ്യുക. ഫഅമൽ എന്നുണ്ട്, ഫജ്ഹദ് എന്നുണ്ട്. നന്നായിട്ട് അധ്വാനിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് പ്രവർത്തിക്കുക. എന്തിന്? ചിരിച്ച് മരിച്ചു പോകാൻ. ഇതാണ് ആ കവിതയുടെ സാരം. ഇതെല്ലാവർക്കും അറിയാം. ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലാ ആശയങ്ങളും. ഒറ്റ കാര്യമുള്ളൂ, നമ്മളിവിടെ വന്നത് കരഞ്ഞുകൊണ്ടാണ്. എന്തിനാ കരഞ്ഞത് നമുക്കൊന്നും അറിയില്ല. ഇനി അറിഞ്ഞുകൊണ്ട് ചിരിച്ച് മരിച്ചു പോകണം. ബന്ധപ്പെട്ടവരൊക്കെ കരയട്ടെ, അവരാവലാതിപ്പെടട്ടെ, അവർ മറ്റു പല കാര്യങ്ങളും പറയട്ടെ. അവരുടെ നഷ്ടബോധത്താലോ ദുഃഖത്താലോ വിഷമത്താലോ വേദനയാലോ അവരുടേതായ ദുഃഖം അതിൻ്റേതായ രീതിയിൽ അവർ പ്രകടിപ്പിക്കട്ടെ, കരഞ്ഞോ അല്ലാതെയോ. പക്ഷേ നീ മരിച്ചു പോകുന്നത്, നീ മരിക്കുന്നത് ചിരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. വളരെ എളുപ്പമാണ് നമ്മുടെ വിഷയം. മരിക്കുമ്പോൾ ചിരിച്ചു പോകണം, ചിരിച്ച് മരിച്ചു പോകണം. ചിരി വരും. എങ്ങനെ ചിരി വരും? മരണം എന്ന് പറയുന്നത് 40, 50, 60
ഇപ്പം എനിക്കിപ്പോൾ 68 വയസ്സായി. ഇതുവരെ നമ്മൾ പ്രവർത്തിച്ച 68 കൊല്ലം അധ്വാനിച്ച ആ പ്രവർത്തനത്തിൻ്റെ തൊഴിലിൻ്റെ കൂലി വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സന്തോഷിക്കാത്ത ആൾക്കാരുണ്ടാവും. രാവിലെ മുതൽ 8 മണിക്കൂർ ജോലി ചെയ്ത് വൈകുന്നേരം അതിൻ്റെ കൂലി കിട്ടുമ്പോൾ ഏത് തൊഴിലാളിയും സന്തോഷിക്കും. പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്തോ ഒരു സന്തോഷമായിരിക്കും എന്നറിയാം. തുച്ഛമായ കൂലിയാണെങ്കിലും അയാളുടെ മനസ്സിൽ മുഖത്ത് നല്ല പ്രസന്നത ഉണ്ടാവും മുതലാളിയിൽ നിന്നത് വാങ്ങുമ്പോൾ. ഇതുവരെ വിയർപ്പൊലിപ്പിച്ച കഷ്ടപ്പെട്ട അധ്വാനിച്ചതിനുള്ള പ്രതിഫലം ആ വൈകുന്നേര സമയത്ത് കിട്ടുമ്പോൾ അതിനൊരു സന്തോഷമുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കൾ, ഞാൻ പണ്ട് ഗൾഫിൽ പോയിരുന്നു 1 കൊല്ലം. അപ്പോൾ അവിടുത്തെ സുഹൃത്തുക്കൾ പറയാണ്, ഉസ്താൻ ഇവിടെ നിൽക്കുന്നത് എന്താ അറിയോ, ആ ശമ്പളം വാങ്ങുന്ന സമയത്ത് മനസ്സിനൊരു ഉഷാറ് കിട്ടാണ്ട്. ഉഷാറ് എന്നല്ല, വേറൊരു എന്തോ ഒരു പദമാണ് അവർ പറഞ്ഞത്, ഒരു നിർവൃതി എന്ന് ഞാൻ പറയുന്നു. നിർവൃതി. എത്ര കഷ്ടപ്പെട്ടാലും ആ പൈസന് കിട്ടുമ്പോൾ അതിൻ്റെ എത്ര ഇരട്ടി നാട്ടിൽ കിട്ടുമല്ലോ, പെട്ടെന്നൊരു കണക്കൂട്ടലാണ്. അപ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പോണത്, അല്ലാതെ വലിയ ഇഷ്ടവും താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, യൂസുഫ് എന്നറിയും, താനൂക്കാരനാണ്. അവൻ ഉറങ്ങാൻ സമയത്ത് 2 ഇരട്ടക്കുട്ടികളാണ്, പെൺകുട്ടികൾ. അവരുടെ ഫോട്ടോ അങ്ങനെ ജനലിമ വെച്ചിട്ട് അവരോടിങ്ങനെ പറയും, മക്കളെ, എങ്ങൾക്ക് വേണ്ടിയിട്ട് വാപ്പ ഇവിടെ കഷ്ടപ്പെടുന്നത്, ബുദ്ധിമുട്ടുന്നത്, ഈ വെയിൽ കൊള്ളുന്നത്, ഈ പ്രയാസപ്പെടുന്നത് എന്ന് പറയും. വെറുതെ തമാശയായിട്ട് അങ്ങനെ പറയും. വലിയ രസികനാണ്. അപ്പോൾ അങ്ങനെ അവിടെ കഴിയുന്നതെങ്കിലും ഈ കഴിയുന്നതിൻ്റെ മനഃശാസ്ത്രത, ശമ്പളം കിട്ടുമ്പോൾ, കൂലി കിട്ടുമ്പോഴുള്ള ആ സന്തോഷം, അതേപോലെ നമ്മളിവിടെ 70, 80, 60, 65 അല്ലെങ്കിൽ 15, 30, 20 എത്ര കൊല്ലാണെങ്കിലും ഒരേപോലെയാണ്. അതിൻ്റെ കൂലി ഇങ്ങോട്ട് വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ കൂലിയൊക്കെ പാടാണ് കിട്ടുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും. ഏതൊരാൾ ചിരിച്ചു പോകും. പക്ഷേ മുതലാളി പറഞ്ഞ തൊഴിലെടുത്തിട്ടുണ്ടാകണം. മുതലാളി പറഞ്ഞ തൊഴിലെടുത്തിട്ടുണ്ടാകണം. ഏതെങ്കിലും തൊഴിലെടുത്തിട്ട് അങ്ങോട്ട് ചെന്നാൽ കിട്ടൂല. തൊഴിലെടുക്കാതിരുന്നാലും കിട്ടൂല. അപ്പോൾ അത് വാങ്ങുമ്പോൾ ഒരു സന്തോഷമാണ്. അത് വാങ്ങിയിട്ട് നമുക്കിങ്ങനെ പോകാനുള്ള വഴി ഇങ്ങനെ കാണിച്ചു തരും. ഇതുമായിട്ട് നിൻ്റെ കൂലി അവിടെ വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയിക്കോ, സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്നു കാണിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മരിക്കുന്ന ആൾ നമ്മൾ കാണൂല. കല്ലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ആത്മാവ് അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ, ശരീരത്തിൽ നിന്ന് ജീവൻ വിടവാങ്ങുന്ന ആ ഒരു സെക്കൻഡിൻ്റെ ഏതെങ്കിലും ഒരു അംശം മാത്രമായിരിക്കും. പക്ഷേ അതിന് തന്നെ നല്ലതായിരിക്കുന്നുണ്ടാവുമെന്ന് ആ സമയത്ത്. അന്തും ഹീന ഇതിൻ തൻളുറൂൻ, ചുറ്റുപാടും കൂടി നിൽക്കുന്ന നിങ്ങൾ പരസ്പരം നോക്കുകയാണ്. കൈവിട്ടു പോവുകയാണല്ലോ, നമ്മൾ നിസ്സഹായരാണല്ലോ. ഒരു ഡോക്ടർക്കും ഒരു വൈദ്യനും ഒരു വൈദ്യശാസ്ത്രത്തിനും ഒന്നും ചെയ്യാൻ സാധ്യമല്ലല്ലോ. പക്ഷെ അയാളുടെ മനസ്സ്, അയാളുടെ ഉള്ളം, അത് നിങ്ങൾക്കറിയില്ല, അത് എനിക്കാണ്, നമുക്കാണ് അറിയാൻ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, ഏറ്റവും ചാരത്ത് നിൽക്കുന്ന നിങ്ങളെക്കാൾ അയാളെപ്പറ്റി അറിയുക നമുക്കാണ്. വലാകിൻ ലാ തുബ്സിറൂൻ, എൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ നമുക്കറിയില്ല, അതുകൊണ്ട് അള്ളാഹു അറിയിച്ചു തന്നു. ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിടവാങ്ങുന്ന ആ നിമിഷാർദ്ധത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ, നമ്മുടെ കണ്ണിൽ ഒരു വഴി തെളിയും. വിശാലമായ ഒരു വഴി, പുഷ്പാലങ്കൃതമായ ഒരു വഴി, ഏറ്റവും അനർഘമായ ഒരു ജീവിതത്തിൻ്റെ
സാരത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാരവത്തിലേക്ക് പോകുന്ന വിശാലമായൊരു ലോകത്തേക്കുള്ള പുഷ്പാലങ്കൃതമായ ഒരു വഴി അവിടെ തെളിയുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ആർക്കാണ് ചിരിക്കാതിരിക്കാൻ കഴിയാം? അങ്ങനൊരു ജീവിത അവസ്ഥയിലേക്ക് നമ്മൾ ഇനി പോകുമ്പോൾ ഒരുപാട് ചിന്തകൾ അവിടെ വരികയാണ്. ഇത് ശാശ്വതമായിട്ട് നിലനിൽക്കുകയാണ്. ഈ ഐഹിക ലോകത്ത് അനുഭവിച്ചിരുന്ന എല്ലാ തിക്താനുഭവങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിമർശനങ്ങൾ, മാനഹാനികൾ, ആക്ഷേപങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, എന്തൊക്കെ പലരും പല രീതിയിലാണെന്ന് മാത്രം അനുഭവിച്ചിട്ട് അതിൽ നിന്നൊക്കെ ഒരാശ്വാസം. അൽഹംദുലില്ലാഹ്. വിശ്വാസിക്ക് മരണം പറയുന്നത് അത് അവനൊരാശ്വാസമാണ്. മറ്റുള്ളവർക്കും ആശ്വാസം തന്നെയാണ്. മരണത്തോടുകൂടി എല്ലാം തീരുകയാണെങ്കിൽ ആശ്വാസമാണ്. പക്ഷെ തീരുന്നില്ലല്ലോ. വലൗ കുന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ വലാകിന്നാ ഇദാ മിത്നാ ബുഅ്സിനാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണെങ്കിൽ മരണം ഒരാശ്വാസമാണ്. വിശ്വാസിക്ക് ആശ്വാസമാണ്, അവിശ്വാസിക്കും ആശ്വാസമാണ്. മാനഹാനി അനുഭവിക്കുന്നവൻ ഇനി മാനഹാനിയില്ല. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവന് ഇനി സാമ്പത്തിക പ്രയാസമല്ല. രോഗങ്ങളുടെ കീടകളും വേദനകളും അനുഭവിക്കുന്നവന് മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണെങ്കിൽ അവന് വല്ലാത്തൊരാശ്വാസമാണ്. പക്ഷെ അവസാനിക്കുന്നില്ലല്ലോ, അതാണ് പ്രശ്നം. വലാകിന്നാ ഇദാ മിത്നാ ബുഅ്സിനാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ. പക്ഷെ മരിച്ചാൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമല്ലോ. എന്നിട്ട് ഈ ഐഹിക ലോകത്ത് വെച്ച് ചെയ്ത സകല ചെയ്തികളെപ്പറ്റിയും കൃത്യമായ രൂക്ഷമായ വിമർശനാത്മകമായ ചോദ്യമുണ്ടാകുമല്ലോ. അതാണ് പ്രശ്നം. അതാണ് കവി പറയുന്നത്. ഇത് ഞാനും നിങ്ങളും വിശ്വസിച്ചാലും അവഗണിച്ചാലും നിഷേധിച്ചാലും പരിഗണിച്ചില്ലെങ്കിലും ഇത് സംഭവിക്കും. അത് തീർച്ചയാണ്. നമ്മളിവിടെ ഇരിക്കുന്നതിനേക്കാൾ സത്യമായി അത് പുലരും. അപ്പം എന്താ വേണ്ടത്? മരണത്തിന് ശേഷം ദുഃഖിക്കാതിരിക്കാൻ, ഖേദിക്കാതിരിക്കാൻ പ്രവർത്തിക്കാം. എപ്പോൾ പ്രവർത്തിക്കാം? ഇപ്പം പ്രവർത്തിക്കാം. ഇത് പ്രവർത്തിക്കാനുള്ള വീടാണ്, അത് കൊയ്തെടുക്കാനുള്ള വീടാണ്. ഇത് അദ്ദുന്യാ മുദ്ബിറ. ഇതിങ്ങനെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓരോ സെക്കൻഡും നമുക്ക് നിശ്ചയിക്കപ്പെട്ട അജലിലേക്ക് നമ്മെ എത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും കുട്ടികളോടടക്കം പറയാറുണ്ട്, ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകൾ പരമവിഡ്ഢികളാണ്. കാരണം അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ്സിൻ്റെ 365 ദിവസം കുറയുന്ന ദിവസമാണ് ബർത്ത്ഡേ. എന്തൊരു ബുദ്ധിശൂന്യതാണ് അത് ആഘോഷിക്കൽ. നമ്മുടെ ആയുസ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചിത്രത്തിലൂടെ കാണിക്കുന്നുണ്ട്. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്കൊരു കയറിങ്ങനെ കെട്ടുക. എന്നിട്ട് ആ കയറിങ്ങനെ കെട്ടിയിട്ട് ആ കയറിൻ്റെ ഓരോ കഷ്ണം ദിവസവും കത്രിക കൊണ്ടിങ്ങനെ കഷ്ണിച്ച് വിടുക. അങ്ങനെ കഷ്ണിച്ചിട്ടാൽ നിർണയിക്കപ്പെട്ട സമയം വരുമ്പോൾ മറ്റേ അറ്റത്തെത്തും. അതാണ് മരണം. അദ്ദേഹം വേറെയും ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, നമ്മളത് കേട്ടിട്ടുണ്ടാവും. മരണത്തെ ഒരു സിംഹത്തോട് അദ്ദേഹം ഉദാഹരിക്കുന്നു. ആ സിംഹം കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിന്നാലെ ഓടുകയാണ്. അപ്പം നമ്മെ അപകടപ്പെടുത്താനും പറിച്ചു ചീന്താനും കശക്കിയെറിയാനും വേണ്ടി സിംഹം അതിൻ്റെ സർവശക്തിയും ഉപയോഗപ്പെടുത്തി നമ്മുടെ പിന്നാലെ കൂടുമ്പോൾ നമ്മൾ ജീവൻ മരണ ഓട്ടം നടത്തും. അവസാനം അറിയാതെ വളരെ പെട്ടെന്ന് ഓട്ടത്തിനടുക്ക് നമ്മൾ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ചാടും. ആ ചാടുന്ന സമയത്ത് ആ കിണറിൻ്റെ മുൻഭാഗത്ത് അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് 1-2 വൃക്ഷമുണ്ട്. അതിൻ്റെ വേരുകൾ ഈ കിണറിലേക്ക് നീണ്ടു കിടക്കുന്നു. അതുമ്മലൊരു പിടുത്തം കിട്ടി. ഇമാം ഗസാലി പറയുന്ന അതാണ് ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ തൂങ്ങിങ്ങനെ നിൽക്കുകയാണ്.
താഴോട്ടൊന്ന് നോക്കിയപ്പോൾ ആ ഗർത്തത്തിൽ അല്ലെങ്കിൽ ആ കിണറിനടിയിൽ, നമുക്ക് മനസ്സിലാകാനാണ് ഞാൻ കിണറെന്ന് പറയുന്നത്, ആ കിണറിനടിയിൽ സർപ്പങ്ങളും കുപ്പിച്ചില്ലുകളും മുള്ളുകളും എല്ലാം ഉണ്ട്. താഴോട്ട് വീണാൽ വലിയ അപകടമാണ്. എന്നാൽ മുകളിലോട്ട് തന്നെ രക്ഷപ്പെടട്ടെ എന്ന് കരുതി നോക്കുമ്പോൾ ഓടി വന്ന സിംഹം അവിടെ നമ്മെ നോക്കി നിൽക്കുകയാണ്. എപ്പോഴാണ് ഇവൻ കയറി വരുന്നത്? അപ്പോൾ പിടികൂടാൻ. പിന്നെ ഒരു ആശ്വാസം ഈ ഒരു വേരാണ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ഈ വേരിലേക്ക് അവൻ നോക്കുമ്പോൾ ആ വേരിൻ്റെ അറ്റഭാഗത്ത് കറുത്തതും വെളുത്തതുമായ 2 എലികൾ വന്ന് അതങ്ങനെ കാർത്തു തിന്നുകൊണ്ടിരിക്കുക. ഇതാണ് മനുഷ്യജീവിതം. അത്രയേ ഉള്ളൂ. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വേരറ്റ് വീഴും. അപ്പോൾ സ്വാഭാവികമായിട്ട് മരണം സംഭവിക്കും. ഇതാണ് മരണം. അപ്പോൾ ഓരോ സെക്കൻഡും, ഓരോ ക്ലോക്കിൻ്റെ ഓരോ സെക്കൻഡ് അടിയും നമ്മുടെ ശത്രുവാണ്. ഓരോ സൂര്യോദയവും യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുവാണ്. നമ്മെ നമ്മുടെ അജലിലേക്ക് അടുപ്പിക്കുകയാണ്. അതുകൊണ്ട് അതെത്തുന്നതിന് മുമ്പ് വല്ലതും പ്രവർത്തിക്കാൻ, അവിടെ ചെന്ന് ആ സമയമായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. മരണം പിടികൂടുമ്പോൾ നമ്മളിൽ ഓരോരുത്തരും സ്വാഭാവികമായും ആഗ്രഹിച്ചു പോവും, പടച്ചവനോട് പറഞ്ഞു പോവും, യാചിച്ചു പോവും, ചോദിച്ചു പോവും, ഒരല്പസമയം തരുമോ, ഒരു 10 മിനിറ്റ്. ഈ തിരക്ക് പിടിച്ച ഭൗതിക ജീവിതത്തിനിടക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഓർമ്മ ഉണ്ടായിരുന്നു, കേട്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു, ഖുതുബകളും വഅളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയാണ് ശ്രദ്ധിച്ചില്ല. പെട്ടെന്നിങ്ങനെ പിടികൂടുന്ന ആ കാര്യവും ഓർമ്മയുണ്ടായില്ല റബ്ബേ. അതുകൊണ്ട് ഒരല്പസമയത്തേക്ക് ഫഅസ്വദ്ദഖ, 2 അർത്ഥമാണ് അസ്വദ്ദഖ. ഞാൻ നീ പറയുന്നതൊക്കെ സത്യപ്പെടുത്തിക്കൊള്ളാം, സമ്പൂർണ്ണമായിട്ട് അനുസരിച്ചു കൊള്ളാം, അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം. വഅകും മിനസ്സാലിഹീൻ, നല്ലവരായ നിൻ്റെ അടിമകളുടെ, സച്ചരിതരായ നിൻ്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടുകൊള്ളാം. ഒരല്പസമയം, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 2 ദിവസമോ 4 ദിവസമോ, അത് കിട്ടൂല. ഒരു വിവാഹ ചടങ്ങ് നടക്കുന്ന ഒരു സദസ്സിൽ നല്ല സന്തോഷത്തിൽ ഭർത്താവും കൂട്ടരും അവിടെ നിന്ന് പുറപ്പെട്ട വിവരം ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ തകൃതിയായിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ്. അപ്പോൾ കുറച്ചാളുകൾ ഓടി വരുന്നു. അപ്പോൾ വീടിൻ്റെ മുൻഭാഗത്തേക്ക് സ്ത്രീകളൊക്കെ തള്ളി തിരക്കി വന്നു വരനെയും കൂട്ടരെയും കാണാൻ. 5-8 പേര് ഓടി വന്ന് ഈ സീറ്റുകളിലൊക്കെ ചെറിയ മാറ്റം വരുത്തുന്നു. അതിൻ്റെ പിന്നിൽ കുറച്ചാളുകൾ ആരെയോ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരും. മറ്റാരുമല്ല, ഈ വിവാഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ പെൺകുട്ടിയുടെ വലിയായ പിതാവിൻ്റെ മയ്യിത്താണ്. ഇതുണ്ടായൊരു സംഭവമാണ്, വെറുതെ പറയല്ല. എന്തോ ഒരു വസ്തു, കല്യാണവുമായി ആ സദസ്സുമായിട്ട് ബന്ധപ്പെട്ട, പന്തലുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി റോട്ടിലേക്ക് പോയ ആൾ പിടഞ്ഞ് മരിച്ചതാണ്. ഒരല്പസമയം, ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് വൈകിട്ടാണെങ്കിൽ ആ പെൺകുട്ടിയെ ആ ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കാമായിരുന്നു. സമയം കൊടുത്തില്ല, കിട്ടൂല. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്തേ പറയുന്നുള്ളൂ എന്നോട്, നിങ്ങളോട് ഞാൻ പറയുന്നത്, വിലപിക്കാനുള്ള അവസരം ഒരു വിശ്വാസിക്കുണ്ടായിരുന്നു. അവൻ ബുദ്ധിമാനല്ല. കാരണം വിലപിച്ചിട്ട് കാര്യമില്ല, യാചിച്ചിട്ടും കാര്യമില്ല. യാചനക്കൊക്കെ ഒരു സമയമുണ്ട്. മാലം യുഗർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ ഒക്കെ നടക്കും. അവിടുന്ന് അങ്ങോട്ടുള്ള നിൻ്റെ അപേക്ഷകളോ നിൻ്റെ ആഗ്രഹങ്ങളോ നിൻ്റെ ആക്ഷേപങ്ങളോ ആവശ്യങ്ങളോ പരിഗണിക്കുന്നില്ല. അത് സ്വാഭാവികം. എന്ത് സ്വാഭാവികം? ഇവിടുത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഫിർഔൻ പറഞ്ഞതാണല്ലോ, ഞാൻ വിശ്വസിക്കാം, ബനൂ ഇസ്രായേലുകളെ വിശ്വസിച്ച ആ റബ്ബിൽ ഞാൻ വിശ്വസിക്കാം.
അള്ളാഹുവിൻ്റെ മറുപടി ആൽ ആന. ഇപ്പോഴാ ബോധം ഉണ്ടാകണത്, ഇപ്പോഴാ വിശ്വസിക്കുന്നത്, ഇപ്പോഴാ നന്നാകണമെന്ന് തോന്നുന്നത്. വഖദ് അസൈത ഖബലു, ഇതിനു മുമ്പ് നീ വലിയ ധിക്കാരിയും അഹങ്കാരിയുമായിരുന്നല്ലോ. അപ്പോൾ പരിഗണിക്കൂല. അപ്പോൾ എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, ആ ഗർഗറത്തെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാനും നിങ്ങൾ ചെയ്തു വെച്ചാൽ നമ്മുടെ യാത്ര സന്തോഷകരവും തൃപ്തികരവും സമാധാനപരവുമാക്കാം. വളരെ ആനന്ദം. ഒരു വിശ്വാസിയുടെ ജീവിതം തന്നെ വളരെ ഹരാണ്, വളരെ ആനന്ദമാണ്. കാരണം ഈ കുറഞ്ഞ ജീവിതം കൊണ്ട് ഈ പ്രശ്നങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ചുകൊണ്ട് അതിനൊക്കെ സ്പർശിച്ചുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടാൻ സാധ്യമാവുക. ആ വിധത്തിലാണ് അത് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. നിനക്ക് എത്ര മക്കളുണ്ടാകട്ടെ, പേരക്കുട്ടികളുണ്ടാകട്ടെ, കുടുംബാംഗങ്ങളുണ്ടാകട്ടെ, പ്രശ്നങ്ങളുണ്ടാകട്ടെ, കച്ചവടവും വ്യവസായവും വ്യവഹാരവും ഭൗതിക ഏർപ്പാടുകളുണ്ടാകട്ടെ, അതിനിടക്ക് നേടാവുന്നതേ ഉള്ളൂ ഈ നിത്യപരലോകം. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് അല്ലാഹു തആല അത് സംവിധാനിച്ചിരിക്കുന്നത്. അല്ലാതെ കഴിയാത്തൊരു വിധത്തിലോ അതിനു വേണ്ടി മാത്രം തുനിഞ്ഞിരിക്കുന്ന വിധത്തിലോ അല്ല. വേണ്ട, 24 മണിക്കൂറിൽ 5 സമയത്തെ നമസ്കാരത്തിന് പരമാവധി ഒരു 10 മിനിറ്റ് മാത്രം ചിലവഴിക്കുകയാണെങ്കിൽ 50 മിനിറ്റ്, അത് 5 പ്രാവശ്യമായിട്ട് ഒന്നിച്ച് വേണ്ട. ഏതിനാ മുടക്കം, ഏതിനാ തടസ്സം? ഒന്നിനും തടസ്സമല്ല. സമ്പത്തുണ്ടെങ്കിൽ എത്ര ഉണ്ടെങ്കിലും നിർബന്ധം 2.5% മാത്രം, ബാക്കി 97.5% നിനക്ക്. അങ്ങനെ നേടാം. നിനക്ക് കഴിവുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധം മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്തു വരാം. നിൻ്റെ രാജ്യം ദൂരത്തായ കാരണം കുറച്ച് ദിവസം പിടിക്കും. അല്ലെങ്കിൽ ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13 6 ദിവസം. ഒരു കൊല്ലത്തിലല്ല, ഒരു ജീവിതത്തിൽ കുറച്ച് സമയം. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ലളിതാണ്. അദ്ദീനു യുസ്റുൻ, മതം എളുപ്പമാണെന്ന് ഞാൻ ഇതാണ് പറഞ്ഞത്. ലാ ഉസ്റുൻ, ഒരു പ്രയാസമില്ല. ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ സന്മനസ്സുണ്ടായാൽ മതി. മനസ്സുണ്ടായാൽ 2 ലോകവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കിട്ടിയ ജീവിതം സൽക്കർമ്മങ്ങളിൽ വ്യാപൃതമാകാൻ ഉപയോഗപ്പെടുത്തുക. അത് എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. സൽക്കർമ്മം അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പ്രധാനമായിട്ടും അള്ളാഹുവിൻ്റെ അസ്തിത്വം ഒന്ന് അംഗീകരിക്കുക. അതാണ്. അത് നമ്മളൊക്കെ അംഗീകരിച്ച ആൾക്കാരാണ്. അത് അംഗീകരിക്കാത്തവർ ലോകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ഈ ദൈവനിഷേധികളെന്ന് അറിയല്ലോ. ഈ ദൈവനിഷേധികൾ നിഷേധിക്കുന്ന ദൈവേത മനുഷ്യനിർമ്മിത ദൈവമാണ്, മനുഷ്യനിർമ്മിത ദൈവത്തെയാണ്. ഈ എല്ലാ ആളുകളുടെ ഒട്ടുമിക്ക ആളുകളുടെ ദൈവനിഷേധികളുടെ പ്രഭാഷണം ഞാൻ കേട്ടപ്പോൾ സാക്ഷാൽ പ്രപഞ്ചത്തിൻ്റെ നാഥനെ എതിർക്കുന്ന ആരുമില്ല, എതിർക്കാൻ സാധ്യമല്ല. അത് ഈ പ്രകൃതിയിൽ നൈസർഗികമായി മനുഷ്യ ഹൃദയത്തിൽ അല്ലാഹു തആല ഇട്ടുകൊടുത്തിട്ടുള്ള വികാരമാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1979 ഞാനൊരു സിമ്പോസിയത്തിൽ പങ്കെടുത്തു. അന്ന് യു കലാനാഥനാണ് ദൈവനിഷേധികളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത്. ഇസ്ലാമിനെ പ്രതികരിച്ച് നമ്മുടെ ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനിയും പ്രഭാഷണം നടത്തി. വിഷയാവതരണം 2 പേരും നടത്തിയതിന് ശേഷം യു കലാനാഥൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് എൻ്റെ സുഹൃത്ത് ഇവിടെ അവതരിപ്പിച്ച രീതിയിലുള്ള ഒരു ദൈവത്തെയല്ല ദൈവനിഷേധ പ്രസ്ഥാനക്കാരായ ഞങ്ങൾ നിഷേധിക്കുന്നത്. പറയേണ്ടി വന്നു. അതെങ്ങനെ? അത് ഈ പ്രപഞ്ചത്തെപ്പറ്റി, അവനെപ്പറ്റി, കലാനാഥനെപ്പറ്റി കലാനാഥൻ പഠിച്ചാൽ മതി. ഒഫി അംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലുണ്ട് തെളിവ്. എന്തിന് തെളിവ്? അന്നലക ഇലാഹൻ വറബ്ബൻ, നിനക്കൊരു റബ്ബുണ്ട്. അല്ലെങ്കിൽ അന്നലിൽ ആലമി റബ്ബൻ, ഈ ലോകത്തിനൊരു ഇലാഹുണ്ട് എന്നതിന് നിന്നിൽ തെളിവുണ്ട്. അപ്പോൾ നീ മുതൽ ഈ പ്രപഞ്ചം വരെയുള്ള സകലതും പഠനവിധേയമാക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അത് ഉറപ്പ് വരും.
അത് നമ്മളൊക്കെ വിശ്വസിച്ചിട്ടുള്ള ആളുകളാണ്. രണ്ടാമത്, ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതും മനുഷ്യൻ്റെ നൈസർഗിക ബോധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പരലോകത്തുണ്ടല്ലോ, നബിമാർ വന്നില്ല, മുജാഹിദുകൾ വഴതു പറഞ്ഞില്ല, ഞങ്ങളാരുടെയും പ്രഭാഷണം കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശിർക്കിൻ്റെ കുറ്റത്തു നിന്ന് രക്ഷപ്പെടൂല. അതറിയോ? ബാക്കി കാര്യങ്ങളൊക്കെ പറയാം, ഇന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരും വന്നില്ല. മുജാഹിദുടെ ഒരു പ്രസ്ഥാനം അവിടെ ഉണ്ടായിരുന്നു, അവർ ഞങ്ങളിലേക്ക് സന്ദേശം എത്തിച്ചു തന്നില്ല. അവർ സ്വകാര്യമായിട്ട് വ്യാപാര ഭവനിൽ ശീതീകരിച്ച റൂമിൽ മാത്രം പറഞ്ഞൊതുങ്ങി എന്ന് പറയാം. പക്ഷെ തൗഹീദിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, കാരണം അത് പ്രകൃതിദത്തമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഇദ് അഖദ്ന എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, മനുഷ്യപുത്രന്മാരിൽ നിന്ന് അവരുടെ ആത്മീയ ലോകത്ത് വെച്ച് അല്ലാഹു തആല അവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു. അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവൻ ഞാനല്ലേ? അവിടുന്ന് അത് സമ്മതിച്ചിട്ടുണ്ട്. ആ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഇവിടെ പിറന്നു വീഴുന്ന എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിലും ദൈവമെന്ന സങ്കല്പമല്ല, ദൈവമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. അതാണ് പ്രവാചകനും പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര, എല്ലാ കുഞ്ഞും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്, ദൈവത്തെ അംഗീകരിക്കുന്ന പ്രകൃതിയോടുകൂടിയാണ് പിറന്നു വീഴുന്നത്. പിന്നെ കാക്കകാരണവന്മാർക്ക് വേണ്ടി, മഹല്ലുകാർക്ക് വേണ്ടി, പണ്ഡിതന്മാർക്ക് വേണ്ടി, പുരോഹിതന്മാർക്ക് വേണ്ടി, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, കൂട്ടുകെട്ടുകൾക്ക് വേണ്ടി, ബന്ധങ്ങൾക്ക് വേണ്ടി, ഒറ്റവാക്കിൽ ദുന്യാവിന് വേണ്ടി മാറിയെന്നേ ഉള്ളൂ. ഈ രണ്ട് കാര്യം താത്വികമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ രക്ഷയുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ കഴിയുന്നത്ര സമയം മരണാനന്തര ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറയും, വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. എന്തിനാണ് താൻ ഇവിടെ വന്നത് എന്നറിയാതെ ആ ലക്ഷ്യം മറന്നുകൊണ്ട് സ്വന്തത്തോട് ദ്രോഹം ചെയ്തുകൊണ്ട് നിഷേധിയും ധിക്കാരിയും എതിർ പ്രവർത്തിക്കുന്നവനുമായി മരണപ്പെട്ടു പോയി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്ന വ്യക്തി, വയൗമ യഅല്ലുല്ലാലിമു, അക്രമിയായ വ്യക്തി കടിക്കുന്ന ദിവസം, അലാ യദൈഹി, അവൻ്റെ രണ്ട് കൈയും. നമ്മൾ ഖേദം വരുമ്പോൾ കൈ കടിക്കൂലേ, സ്വാഭാവികമാണ്. ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തതിലുള്ള ഭവിഷ്യത്ത് അറിയുമ്പോൾ കരുതേണ്ട സമയത്ത്, എടുക്കേണ്ട സമയത്ത്, കൊണ്ടുവരേണ്ട സമയത്ത് കൊണ്ടുവരാതിരിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തറിയുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടൊരു ഖേദമുണ്ടാവും. ആ ഖേദം ശക്തിപ്പെട്ടാൽ നമ്മൾ കൈവിരൽ കടിക്കും. ഒരു കൈയിൻ്റെ ഒരു വിരലോ രണ്ട് വിരലോ കടിക്കും. അബദ്ധം പറ്റിപ്പോയല്ലോ. ഇവിടെ അതല്ല അല്ലാഹു പറഞ്ഞത്. വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി, അത്തരക്കാരായ മനുഷ്യർ അവൻ്റെ രണ്ട് കൈയും കടിച്ചു നിൽക്കുന്ന ദിവസം, രണ്ട് കൈയും കൂട്ടിക്കടിക്കുക. ഈ ഹലോകത്ത് നമുക്ക് പരിചയം ഉണ്ടാവില്ല. ഒരു വിരൽ കടിക്കും, രണ്ട് വിരൽ കടിക്കും, ഒരു കൈ കടിക്കും, പക്ഷെ രണ്ട് കൈയും കൂട്ടിക്കടിക്കുക. നെടും ഖേദത്തിൻ്റെ, കുറ്റബോധത്തിൻ്റെ ആഴത്തിൻ്റെ അടയാളമാണ്. യഖൂൽ, എന്നിട്ടവൻ പരിതപിക്കുകയാണ്, യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വരച്ചു കാണിച്ച നല്ലതായ, വളരെ സാധ്യമായ, സുതാര്യമായ, പ്രായോഗികമായ, എളുപ്പമുള്ള, ലളിതമായ
ഒരു ജീവിത സരണിയുണ്ടായിരുന്നു, ഒരു ജീവിത രീതിയുണ്ടായിരുന്നു, ഒരു ജീവിതക്രമമുണ്ടായിരുന്നു. അതിൽ ചില ആരാധനകളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. അത് സ്വീകരിച്ച് നീതിപൂർവം മര്യാദപൂർവം അനുസരണശീലമുള്ളവനായി വിനയാന്യതനായി ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീലാ. ഞാനതൊക്കെ ഒറ്റവാക്കിങ്ങനെ പറയാനുള്ളൂ, ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. എന്താ വിശദീകരിക്കണം? ആളുകൾ വിചാരിച്ചത് ഭയങ്കര ഭാരമാണെന്ന്. പടച്ചോ നമ്മൾക്ക് കഴിയാത്ത കാര്യങ്ങളൊക്കെ പാടെ നമ്മളെ കെട്ടിയേൽപ്പിച്ചിരിക്കുകയാണെന്ന്. ഏറ്റവും ലളിതമായ കാര്യം അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏറ്റവും ലളിതമായ കാര്യം, ഏറ്റവും പ്രയാസമുള്ള. നിങ്ങൾ നോക്കൂ, നമസ്കാരത്തിന് നമ്മൾ പോകുമ്പോൾ നല്ല വസ്ത്രം അണിയാനാണ് പറഞ്ഞു. വസ്ത്രം ചുളിയുന്ന, വസ്ത്രത്തിൽ പൊടിയേൽക്കുന്ന, ശരീരത്തിന് ഭാരമേൽക്കുന്ന, ശരീരത്തിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു കർമ്മവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൽപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരും. അത് ഈ വിശ്വാസം നേടിയെടുത്താൽ നമ്മളതിന് തയ്യാറാവും. ഇപ്പം നമുക്ക് ആ യുദ്ധം വേണ്ട, ഒറ്റ യുദ്ധം മതി. നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ മോശമായ ചിന്തകൾക്കെതിരിൽ ഒരു സമരം നടത്തിയാൽ മതി. നമുക്ക് ഗസയിലേക്കൊന്നും പോകണ്ട, ഫലസ്തീനിലേക്ക് പോകണ്ട, അവരെപ്പോലെ കഷ്ടപ്പാടുകളൊന്നും വേണ്ട. നമ്മുടെ ശരീരത്തിൻ്റെ അധമമായ ചിന്ത, അതായത് ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മളെ മണ്ണുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം ചിന്തിപ്പിക്കുന്നൊരു പ്രവണത നമ്മുടെ ഹൃദയത്തിനകത്ത് നടക്കും. അതേ സമയത്ത് നമ്മുടെ ആത്മാവ് അത്യുന്നതിയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ആ അത്യുന്നതി പ്രാപിക്കുവാൻ ആവശ്യമായ വികാരങ്ങളും നമ്മുടെ ഹൃദയത്തിനകത്ത് നടക്കും. ഈ രണ്ട് വികാരങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് മനുഷ്യജീവിതം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലേത് വിജയിക്കുന്നു എന്നതിനെ അപേക്ഷിച്ചാണ് നമ്മുടെ ആത്യന്തികമായ വിജയം നിർണയിക്കുന്നത്. ഒന്ന് ഭൗതിക ജഡം, അതിങ്ങനെ ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ വീട്, ഇവിടുത്തെ ആഭരണം, ഇവിടുത്തെ സൗന്ദര്യം, ഇവിടെയുള്ള വിദ്യാഭ്യാസം, ഇവിടെയുള്ള കാര്യങ്ങൾ, ഇവിടെയുള്ള അധികാരം, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിപ്പിച്ച് അതിനു വേണ്ടി നിലകൊള്ളുക, അത് സ്വായത്തമാക്കുക, അത് പരിപോഷിപ്പിക്കുക, അത് വളർത്തിയെടുക്കുക, അത് മനോഹരമാക്കുക, അതിൽ മാത്രം നമ്മുടെ ചിന്തയെ ഇങ്ങനെ തളച്ചിടുന്ന ഒരു പ്രവണത. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹം സഫലീകരിക്കപ്പെടുന്ന ലോകത്തുള്ള സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാനും. അധ്വാനിക്കാന്ന് ഞാൻ വെറുതെ പറയാട്ടോ, ഒരു അധ്വാനമില്ല. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്കറിയാം, ഒരു ദിവസം അവർ എത്ര അധ്വാനമാണ്, എന്തൊക്കെ അധ്വാനമാണ്. അതിൽ അള്ളാഹുവിനെ സ്മരിക്കേണ്ട സമയത്ത് ഒരു അധ്വാനമില്ല, ഒരു പ്രയാസമില്ല. അത്ര ലളിതം, ഏറ്റവും പ്രായോഗികം. പരലോകത്ത് എന്നിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല റബ്ബേ, അത് പറയാൻ പറ്റൂല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളോടും അയാളുടെ കഴിവിൽപ്പെടാത്ത കാര്യം അള്ളാഹ് നിർബന്ധിക്കില്ല. ചെയ്യാൻ കഴിയണത്, വിശ്വസിക്കാൻ കഴിയണത്, പ്രവർത്തിക്കാൻ കഴിയണത്, ഇത്രേ നിനക്ക് കഴിയൂ, അത്ര മതി. നിൽക്കാൻ വയ്യേ, ഇരുന്നോ. ഇരിക്കാൻ വയ്യേ, കിടന്നോ. നോമ്പ് അനുഷ്ഠിക്കാൻ വയ്യേ, പ്രായശ്ചിത്തമുണ്ടെങ്കിൽ കൊടുത്തോ, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഹജ്ജിന് പോകാൻ വയ്യേ, വേണ്ട. മനിസ്തത്താ ഇലൈഹി സബീല, പോകാൻ കഴിവുണ്ടെങ്കിൽ മാത്രം മതി. ശരീരം കൊണ്ട് കഴിയണം, സമ്പത്ത് കൊണ്ട് കഴിയണം, വഴിയാൽ കഴിയണം. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത് അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെ പഠിച്ചിട്ടുണ്ടാകും. വഴിയാലും മുതലാലും തടിയാലും, അതാണ് സുന്നി മദ്രസയിൽ നിന്ന് ഞാൻ പഠിച്ചത്. അങ്ങനെ കഴിവുള്ളവരെ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു. ഇതിൽ മൂന്നിനും കഴിയില്ലേ, പോകണ്ട. പിന്നെ ഇവിടെ പ്രയാസം. പിന്നെന്താ ചെയ്യേണ്ടത്? ആ നേരത്തെ പറഞ്ഞ പടച്ചവനുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതിനനുസരിച്ച് അവൻ പറഞ്ഞ ഏതാനും ചില അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ധർമ്മങ്ങളും ഈ ധർമ്മം നമ്മൾ പ്രധാനമായിട്ടത് ഉണ്ടാക്കേണ്ടതുള്ളൂ. കർമ്മം മിക്കവാറും ആളുകൾക്കൊക്കെയുണ്ട്. ധർമ്മമാണ്, മൂല്യമാണ്, സത്യമാണ്, നീതിയാണ്, സഭ്യതയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, സാമ്പത്തിക രംഗത്ത്, സംസാര രംഗത്ത്, കാഴ്ച രംഗത്ത്, കേൾവി രംഗത്ത്, ചിന്താരംഗത്ത്, ഞാൻ ദീർഘിപ്പിച്ച് പറയല്ല, നല്ല കാര്യം ചിന്തിക്കുക.
ഇഹലോകത്തും നല്ലത്, പരലോകത്തും നല്ലത്.